ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പ്രതിഷേധം 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 മുസ്ലിം ലീഗിൻ പ്രതിഷേധം മുസ്ലിം ലീഗിൻ പ്രതിഷേധം മുസ്ലിം ലീഗിൻ പ്രതിഷേധം മുസ്ലിം ലീഗിൻ പ്രതിഷേധം നാട്ടുകാരെ കൊള്ളയടിച്ച് നാട്ടുകാരെ കൊള്ളയടിച്ച് നാട്ടുകാരെ കൊള്ളയടിച്ച് നാട്ടുകാരെ കൊള്ളയടിച്ച് സ്വകാര്യ കുത്തക മുതലാളിക്ക് സ്വകാര്യ കുത്തക മുതലാളിക്ക് സ്വകാര്യ കുത്തക മുതലാളിക്ക് സ്വകാര്യ കുത്തക മുതലാളിക്ക് കോടികൾ വാരി കൂട്ടാനുള്ള കോടികൾ വാരി കൂട്ടാനുള്ള കോടികൾ വാരി കൂട്ടാനുള്ള കോടികൾ വാരി കൂട്ടാനുള്ള നടപടിയാണ് ഈ കാട്ടുകൊള്ള നടപടിയാണ് ഈ കാട്ടുകൊള്ള. ദേശീയപാത 66 വെട്ടിച്ചിറയിൽ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് ടോൾ പിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആരോപിച്ചാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. തിരൂർ കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കുറ്റിപ്പുറം, വട്ടപ്പാറ, കൂരിയാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇനിയും പാതയുടെ നിർമ്മാണം പൂർത്തിയാകാനുണ്ട്. ഈ സാഹചര്യത്തിൽ വെട്ടിച്ചിറയിൽ ടോൾ പിരിക്കുന്നത് അനീതിയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ടോൾ പ്ലാസയ്ക്ക് മീറ്ററുകൾക്കപ്പുറം പോലീസ് പ്രതിഷേധ മാർച്ച് തടഞ്ഞു. കൊട്ടക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ സമരം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനം നടക്കുന്നതിന് ജനാധിപത്യ മുന്നണി പ്രസ്ഥാനങ്ങളോ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്നവരോ ഒരിക്കലും തടസ്സം നിൽക്കാറില്ല. തടസ്സം നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വരേണ്ടിയിരുന്ന വികസനങ്ങളെയൊക്കെ മുടക്കിയ ഒരുപാടേറെ ആളുകളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനതിലേക്കല്ല പോകുന്നത്. ആ വികസനം മുടക്കികളടക്കം ഈ കേരള സംസ്ഥാനത്തിന്റെ ഭരണതലങ്ങളിൽ ഇരിക്കുമ്പോൾ കേരള സർക്കാരുകൾ അതിഭീകരമായി നടത്തുന്ന കൊള്ളയുടെ പേരിലാണ് ഇങ്ങനെയൊരു സമരവും പ്രതിഷേധവുമൊക്കെ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനങ്ങൾക്ക് നടത്തേണ്ടി വരുന്നത്. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. കൂരിയാട് പാലം പൂർത്തീകരിച്ചിട്ടില്ല, കുറ്റിപ്പുറ പാലത്ത് അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇവിടെ ഒരു സൈഡ് റോഡ് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യവും പരിഗണിക്കുന്നില്ല. അപ്പോൾ ആവശ്യങ്ങൾ പരിഗണിക്കാതെ കൃത്യമായും ഇതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, അത് ബഹുമാനപ്പെട്ട കോടതികൾ പറഞ്ഞതാണെങ്കിലും നാഷണൽ ഹൈവേയുടെ നിയമങ്ങളാണെങ്കിലും റോഡ് സേഫ്റ്റി ബോർഡിന്റെ അധികാരങ്ങളാണെങ്കിലും ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഈ റോഡ് പൂർണ്ണമാക്കാതെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെയാണ് ഈ പ്രതിഷേധം. അത് ശക്തമായൊരു പ്രതിഷേധമായി ഞങ്ങൾ തുടങ്ങുകയാണ്. ആ തുടക്കം ഇത് ഒരു നല്ല നിലക്കല്ല പോകുന്നതെങ്കിൽ അതിന്റെ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ ഹ്രസ്വദൂരം യാത്ര ചെയ്യുന്ന ബസ്സുകൾ ഒരു ദിവസം തന്നെ 5-6 തവണ തിരിച്ചും മറിച്ചും സഞ്ചരിക്കേണ്ടി വരും. അവർക്ക് ഈ ചുങ്കം ഈ രീതിയിൽ പിരിക്കുകയാണ് എങ്കിൽ ഒരു ദിവസം കിട്ടുന്ന വരുമാനം ചുങ്കം കൊടുക്കാൻ മാത്രമേ ഉണ്ടാവൂ. തീർത്തും ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പ് പണം പിരിക്കാനുള്ള ഉത്സാഹമാണ് ഭരണകൂടങ്ങൾ കാണിക്കുന്നത്. ഇതെന്തുമാത്രം ഒരു അനീതിയാണ്. ഇതിനെതിരായിട്ടാണ് ഈ മുസ്ലിം ലീഗ് സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ബഹുജനങ്ങളെ പ്രതികരിക്കുന്ന ഒരു സമരമാണിത്. ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധമാണ് ഇതിലൂടെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി, വെട്ടമാലിക്കോയ, പി സൈദലവി മാസ്റ്റർ, കോട്ടയിൽ കരീം, സിദ്ദിഖ് പരപ്പാര തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ KP വഹീദ, KP ആസാദ് അലി, കൈപ്പുള്ളി അബ്ദുള്ളക്കുട്ടി, OK സുബൈർ, ഹസീന വട്ടോളി, അഡ്വക്കേറ്റ് PP ഹമീദ് തുടങ്ങിയ നേതാക്കളും 2 നിയോജക മണ്ഡലങ്ങളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധികളും സമരത്തിൽ അണിനിരന്നു. ടോൾ പിരിവ് നിർത്തിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരാനാണ് പാർട്ടി തീരുമാനം. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. Phone 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.